+2 പഠിക്കുന്ന ഒരു പയ്യനൊക്കെ കഥ പറയാൻ വേണ്ടി വന്നിട്ട് ഞാൻ അവനോട് വൈറ്റില് കെയർ ബേക്കറി കൊണ്ടിട്ട് ഒരു പപ്സും ചായയൊക്കെ മേടിച്ചു കൊടുത്ത് ഞാൻ അങ്ങനെയും കഥ കേട്ടിട്ടുണ്ട്. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? Bait Homes 4, Kerala's leading tech-enabled home builder. ബെന്നീസ് റോയൽ ടൂർസ് കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്. രാജുവേട്ടന് മെസ്സേജ് അയച്ചു, നീ ഇനി അധികം ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യേണ്ടി വരില്ല. ഇതിന് ശേഷം 90% നായക വേഷങ്ങളാണ് വന്നത്. അപ്പോഴാണ് രാജുവേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. ഇലുമിനാറ്റി അറിയാലോ. ഞാൻ ഒരു ദിവസം 13 കഥയൊക്കെ കേട്ടുള്ള ദിവസമുണ്ട്. അതിൽ ലാസ്റ്റ് കഥ പറയാൻ വന്ന ആള് പുള്ളി കുറെ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നുകൊണ്ട് തന്നെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ മുതൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ. ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതമൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നതാണ്. ആ സ്വപ്നമാണ് ജീവിക്കുന്നത്. ആ സ്വപ്നത്തിൽ 2 പുതിയ ആൾക്കാരുണ്ട്. 2 ആൾക്ക് 35 വയസ്സായി. 15 കൊല്ലം ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാതെ ജീവിച്ചു. 20 കൊല്ലം പ്രേമത്തിലും അതിനുശേഷം കല്യാണം കഴിച്ചിട്ടും കൂടും തല്ലുകൂടും കളിയാക്കും കുറ്റം പറയും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ചുണ്ട്. മോള് ജനിച്ച അന്നാണ് ഞാനും ജോണും കൂടെ ഒരുമിച്ചാണ് എന്റെ വീട്ടിലേക്ക് വന്നിരുന്നിട്ട് ഒരു ബാത്ത് ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ടാണ് ഞങ്ങൾ ഗപ്പിയുടെ കഥ പറയണത്. കരയുന്നത് ആൾക്കാർ കാണണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ കൂളിംഗ് ഗ്ലാസ്സിൽ വെച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ജോണും ഗിരീഷേട്ടനും പുറത്ത് കൂളിംഗ് ഗ്ലാസ്സിൽ വെച്ച് നിൽക്കുന്നു. അവരുടെ അവസ്ഥ അതാണ് എന്നുള്ളതാണ്. സ്കൂൾ ടൈമില് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് ഇതെന്റെ പിള്ളേര് കാണുക. സ്കൂൾ ലീഡർ ആയിരുന്നു, മോഡൽ സ്റ്റുഡന്റ് ആയിരുന്നു സ്കൂളില്. സ്കൂൾ ലീഡർ ആയത് കാരണം കൊണ്ട് തന്നെ എനിക്ക് എളുപ്പമായിരുന്നു ക്ലാസ് കട്ട് ചെയ്യാൻ. മക്കള് വേണമെങ്കിൽ ആയിക്കോട്ടെ, സ്കൂൾ ലീഡർ ആയിട്ട് കട്ട് ചെയ്തോട്ടെ. Saina South Plus presents Identity Reveal. Title partner Homes 4. Associate partners Adi Institute of Management Studies, Benny's Royal Tour, Jackson. ഇപ്പോൾ 2015 വന്നു കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ടൊവിനോയുടെയും പൃഥ്വിരാജിൻ്റെയും പാർവതിയുടെയും എല്ലാം കരിയർ ഗ്രാഫിന് വലിയൊരു ചേഞ്ച് എന്ന് നിന്നെ മൊയ്തീൻ എന്ന സിനിമ കൊണ്ടുവരുന്നുണ്ട്. അതിൽ സൈഡായിട്ട് നിന്ന് സുരഭി ലക്ഷ്മി, പിന്നെ നായികയായിട്ട് ARM വരുന്നുണ്ട്. ഫിലിംഫെയർ അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സിനിമയുടെ ഇതിന് വേണ്ടിയിട്ട്. ഒരു മാറ്റം ശരിക്കും കരിയറിൽ ഈ എന്ന് നിന്റെ മൊയ്തീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഉറപ്പായിട്ടും എന്ന് നിന്റെ മൊയ്തീൻ എന്നുള്ള സിനിമ ഭയങ്കര എൻ്റെ കരിയറിലൊരു ബിഗ് ബ്രേക്ക് തന്നെയാണ്. ഇപ്പോൾ ആലോചിക്കുമ്പോഴും അതായിരുന്നു ഇപ്പോൾ വരുന്ന എല്ലാ സിനിമകളുടെയും ഒരു തുടക്കം. എനിക്ക് ഓർമ്മയുണ്ട്, മൊയ്തീൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ രാജുവേട്ടന് മെസ്സേജ് അയച്ചു, ചേട്ടാ താങ്ക് യു ഫോർ റെഫറിങ് മീ. അതായത് ഈ ക്യാരക്ടറിന് എന്നെ സജസ്റ്റ് ചെയ്തത് പുള്ളിയാണ്. മാത്രമല്ല ഭയങ്കര സപ്പോർട്ടീവായിരുന്നു പുള്ളി. അപ്പോൾ ആ സമയത്ത് ഞാൻ പറഞ്ഞു, ചേട്ടാ പടം എനിക്ക് ഭയങ്കര വർക്കായി, പല മൊമെൻറ്റിലും നമുക്ക് കരച്ചിലൊക്കെ വരുന്നുണ്ട്. പെർഫോമൻസസ് ആണെങ്കിലും ചേട്ടൻ്റെയും പാർവതിയുടെയും ഒക്കെ ഭയങ്കര രസമുണ്ട്. മൊത്തത്തിൽ സിനിമയും നല്ല ക്വാളിറ്റി ഉണ്ട്. എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് വർക്കായിട്ടുണ്ടെന്നാണ് എല്ലാവരും കണ്ടവർ അങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി കുറച്ച് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നീ ഇനി അധികം ക്യാരക്ടർ വേഷങ്ങൾ ചെയ്യേണ്ടി വരില്ല, അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ അതെങ്ങനെ, നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്ത് നമുക്കൊരു ബ്രേക്ക് കിട്ടിയാൽ പിന്നെ നല്ല ക്യാരക്ടർ വേഷങ്ങൾ കൂടുതൽ വരും, അതല്ലേ ഞാൻ നോക്കണ്ട്. പറഞ്ഞു, അല്ല നിനക്ക് ഇനി വരാൻ പോകുന്നത് ലീഡ് റോൾസ് ആയിരിക്കും എന്ന് പുള്ളി അന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, പുള്ളി ചിലപ്പോൾ നമ്മളുള്ള സ്നേഹം കൊണ്ട് ആശ്വസിപ്പിക്കാൻ പറഞ്ഞായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷേ അതിനുശേഷം അന്ന് ആര് കഥ പറയാൻ വന്നാലും കേൾക്കാൻ ഞാൻ ഒരു ദിവസം 13 കഥയൊക്കെ കേട്ടുള്ള ദിവസമുണ്ട്. അതൊരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമാണെന്നല്ല ഞാൻ പറയുന്നത്. രാവിലെ എഴുന്നേറ്റിട്ട് പല്ല് തേച്ച് കഥ കേൾക്കാനിരുന്നിട്ട് 13 കഥയാണ് മാക്സിമം. അതിൽ ലാസ്റ്റ് കഥ പറയാൻ വന്ന ആൾ പുള്ളി കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നുകൊണ്ട് തന്നെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ രാവിലെ മുതൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടാ. നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞാൽ അങ്ങനെ ശരിയാവുന്നത്? പറയാൻ വരുന്നവരോട് പകുതിക്ക് വെച്ച് പോകാൻ പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ അടുത്ത് വന്ന് +2 പഠിക്കുന്ന ഒരു പയ്യനൊക്കെ കഥ പറയാൻ വേണ്ടി വന്നിട്ട് ഞാൻ അവനോട് വൈറ്റില് കെയർ ബേക്കറി കൊണ്ടിട്ട് ഒരു പപ്സും ചായയൊക്കെ മേടിച്ചു കൊടുത്ത് ഞാൻ അങ്ങനെയും കഥ കേട്ടിട്ടുണ്ട്. ആരാ നമുക്കുള്ള ബിഗ് ബ്രേക്ക് ആയിട്ട് വരുന്ന എനിക്ക് ഒരു പിടിയില്ലല്ലോ. ഇതിന് ശേഷം ഞാൻ കേട്ട ഇത്രയും കഥകൾ കുറേ കഥ കേട്ടിട്ടുണ്ടാവും. ഒരു 1-2 മാസം ഇരുന്ന് കഥ കേൾക്കലായിരുന്നു. അങ്ങനെയാണ് നമുക്ക് ഗോതയും ഗപ്പിയും മെക്സിക്കൻ അപാരതിയും ഒക്കെ അതിന് ശേഷമാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ വന്നത് 90% നായക വേഷങ്ങളുമാണ് വന്നത്. അപ്പോഴാണ് രാജുവേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്, ഓക്കെ അങ്ങനെയാണല്ലേ, അതെനിക്കറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച് കൂടുതൽ ക്യാരക്ടർ വേഷങ്ങളാണ് ഇനി തുടർന്ന് വരാൻ പോകുന്നതെന്നാണ്. പക്ഷെ നേരെ ഇങ്ങനെയാണ് വന്നത്. രാജുവേട്ടൻ പറഞ്ഞ പോലെ ഇലുമിനാറ്റി അറിയാലോ. ഇരിക്കട്ടെ. ഇനി അതിലൊരു നഷ്ടപ്പെട്ട പ്രണയമാണ് അതിൽ കാണിക്കുന്നത്. പക്ഷെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അപ്പം പ്രണയിച്ച പെൺകുട്ടിയെ തന്നെ, ക്ലാസ്മേറ്റിനെ തന്നെ, ലിഡിയെ തന്നെ കല്യാണം കഴിക്കുന്നുണ്ട്. ഇപ്പോൾ ടൊവിനോയുടെ പല പേജുകളിലും ടൊവിനോയെക്കുറിച്ചുള്ള പോസ്റ്റുകളിൽ വരുന്നതിൽ വൈഫായിട്ടുള്ള ഫോട്ടോസിന് താഴെ ഹി വൺ ഹിസ് ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഒരുപാട് പോസ്റ്റുകളും വരുന്നത്. ടൊവിനോ എന്ന കാമുകൻ
കല്യാണത്തിൻ്റെ സമയത്ത് അത് ഫീൽ ചെയ്തോ, ഞാൻ ഈ ലോകം കീഴടക്കി എന്നുള്ളൊരു ഫീലിംഗ്, അങ്ങനത്തെ ഒരു ഇത് വന്നായിരുന്നു? അത് ഞാൻ ജീവിക്കുന്ന എൻ്റെ മറ്റൊരു സ്വപ്നമാണ്. ഞങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതമൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ സ്വപ്നം കാണുന്നതാണല്ലോ. ആ സ്വപ്നമാണ് ജീവിക്കുന്നത്. ആ സ്വപ്നത്തിൽ ഇപ്പം 2 പുതിയ ആൾക്കാരുണ്ട്, പിള്ളേരുണ്ട്. അപ്പോൾ അത് ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. അതൊരു എങ്ങനെയാ അങ്ങനെ പറയാം, അച്ചീവ്മെൻ്റ് എന്നല്ല പറയാം. ഞാൻ ഈ പറഞ്ഞ പോലെ സിനിമ എത്രത്തോളം എനിക്ക് സന്തോഷം തരുന്നു, അതുപോലെ തന്നെ എൻ്റെ ഫാമിലിയും എനിക്ക് സന്തോഷം തരുന്നുണ്ട്. കാര്യം എന്നെ അത്രയും ഇപ്പം ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാതെ ഞങ്ങൾ ജീവിച്ചിട്ടുള്ളതിനേക്കാളും കൂടുതൽ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയതിന് ശേഷം കഴിഞ്ഞു. അതായത് ഞങ്ങൾ 15 വയസ്സിലാണ് കണ്ടുമുട്ടുന്നത്. ഇപ്പം 2 ആൾക്കും 35 വയസ്സായി. അപ്പം ഞങ്ങൾ 15 കൊല്ലം ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാതെ ജീവിച്ചു. 20 കൊല്ലം ഞങ്ങൾ തമ്മിൽ ഈ പ്രേമത്തിലും അതിന് ശേഷം കല്യാണം കഴിച്ചിട്ടും ജീവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 10 വർഷമായി. അപ്പം അത് ഭയങ്കര രസമുള്ള കാര്യമാണ്. നല്ല എന്താ പറയുക, ഞങ്ങൾ ഇപ്പോഴും എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടും, കളിയാക്കും, കുറ്റം പറയും ഒക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ ഇപ്പോഴും ഒരുമിച്ചുണ്ട്. അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അതല്ലേ വലിയ കാര്യം. ഇനി വന്നപ്പോൾ തൊട്ട് ടോവിനോ ചേട്ടനോട് ചോദ്യങ്ങൾ ചോദിക്കാനിരിക്കുന്ന പിള്ളേരുടെ എല്ലാവർക്കും ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് മൈക്ക് റെഡി ആണെങ്കിൽ ചോദ്യങ്ങൾ റെഡിയല്ലേ? വേഗം ചോദിച്ചോ. ആരൊക്കെയാ? സ്കൂൾ പഠിച്ചിരുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതായിരുന്നു? മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മലയാളത്തിൽ തന്നെ ആയിരുന്നിട്ടുണ്ടാവും കൂടുതൽ ആർക്കും. ഇഷ്ടമല്ലാത്തത് ചോദിക്കാൻ അല്ല, ഞാൻ ചോദിക്കാൻ വരിക, ഇഷ്ടമില്ലാത്ത ഏതായിരുന്നു? മാത്സ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇടയ്ക്ക് വൃത്തമൊക്കെ വരുമ്പോൾ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിലും അതർവൈസ് മലയാളം അടിപൊളിയായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും അത്ര ഇഷ്ടമല്ലായിരുന്നു. ബയോളജിയൊക്കെ ഇഷ്ടമായിരുന്നു. കാര്യം എനിക്ക് മൃഗങ്ങളും അതുപോലെ ഈ ഹൗ അവർ ബോഡി വർക്ക്സ് എന്നുള്ള സാധനങ്ങളൊക്കെ ചെറുപ്പം പോലെ കുറച്ച് ഇൻട്രസ്റ്റിങ്. അത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഡോക്ടറാവുന്ന. അടുത്ത ചോദ്യം. ഈ ARM സിനിമയിൽ അഭിനയിച്ചപ്പോഴേ അതിൽ 3 ക്യാരക്ടർ ചെയ്യണ്ടല്ലോ, അതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ചെയ്യാൻ തോന്നിയ ക്യാരക്ടർ ഏതാണ്? മണിയൻ ചെയ്യുന്ന സമയത്ത് ആദ്യം അതിനുവേണ്ടി അത്രയും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും എനിക്ക് മണിയൻ ഞാൻ വിചാരിച്ചത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുന്നതാണ്. അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ചെയ്യുന്ന സമയത്ത്. പിന്നെ അജയൻ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ അങ്ങനത്തെ ഒരു കുറച്ച് പാവമായിട്ടുള്ള ക്യാരക്ടേഴ്സ് വേറെയും ചെയ്തിട്ടുള്ള കാരണം കൊണ്ട് അതുമായിട്ട് സിമിലർ ആവരുത് എന്നാഗ്രഹം. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അതിന് നന്നായിട്ട് ഉണ്ടായിരുന്നു. 3 ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചത്ര ബുദ്ധിമുട്ട് മണിയനുണ്ടായിരുന്നില്ല. ഞാൻ മണിയൻ എങ്ങനെ ചെയ്യും എന്ന് അങ്ങനെ അന്താളിച്ചിരുന്നതിനാ ഇത് എങ്ങനെയാടാ ഞാൻ ചെയ്യണം, ഞാൻ ചെയ്താൽ ശരിയാവോ എന്നൊക്കെ ഞാൻ ജിതിൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളതാണ്. സ്കൂൾ ടൈമിൽ ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് പോയിട്ട് ഇതെന്റെ പിള്ളേര് കാണുവേ. ഇതും വെച്ചിട്ട് വേണം. സ്കൂൾ ടൈമിൽ ക്ലാസ് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. സ്കൂൾ ടൈമിൽ ക്ലാസ് കട്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ഈ പ്രോജക്ട്സ്, യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയൊക്കെ എങ്ങനെ ക്ലാസ് കട്ട് ചെയ്യാനായിട്ട് എന്നും പോയില്ലെങ്കിൽ അവര് വോട്ടൊന്നും ചെയ്ത് സ്കൂൾ ലീഡർ ആക്കൂല. സ്കൂൾ ലീഡർ ആയിരുന്നു, മോഡൽ സ്റ്റുഡന്റ് ആയിരുന്നു സ്കൂളില്. സ്കൂൾ ലീഡർ ആയത് കാരണം കൊണ്ട് തന്നെ എനിക്ക് എളുപ്പമായിരുന്നു ക്ലാസ് കട്ട് ചെയ്യാൻ. മക്കള് വേണമെങ്കിൽ ആയിക്കോട്ടെ സ്കൂൾ ലീഡർ ആയിട്ട് കട്ട് ചെയ്തോട്ടെ, സ്കൂൾ ലീഡർ ആയിട്ട് ചെയ്യാം. പക്ഷെ കോളേജിൽ കുറച്ചും കൂടെ ഒക്കെ കോളേജ് ടൈമിലൊക്കെ കുറച്ചും കൂടെ അത് കട്ട് ചെയ്തിട്ടുണ്ട്. സപ്ലി കോളേജിൽ സസ്പെൻഷനൊക്കെ ചോദിക്കുക. സസ്പെൻഷന്റെ കഥയൊന്നും ചോദിക്കരുത്, ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഓർമ്മകളാണ്. ജോലി പ്ലേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് അറിയാം എന്തായാലും സപ്ലി ക്ലിയർ ചെയ്തിട്ടുണ്ട്. എത്ര ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലെങ്കിൽ എങ്ങനെ പ്ലേസ്ഡ്? എനിക്ക് സപ്ലി ഉണ്ടായിരുന്നു, പക്ഷെ ഫൈനൽ സെമ്മിൽ എല്ലാം കറക്റ്റ് ചെയ്ത് തീർത്തിട്ട് ഞാൻ 4 കൊല്ലം കൊണ്ട് കൃത്യമായിട്ട് എഞ്ചിനീയറിംഗ് പാസ്സായിരുന്നു. ഇല്ലെങ്കിൽ മറ്റേ അവിടെ ജോലി കിട്ടില്ലല്ലോ. കോഗ്നിസെന്റിലായിരുന്നു. അടുത്ത ചോദ്യം. അത് ജോലി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞാൽ വയലിനാക്കൊണ്ട് തന്നെ കിട്ടുന്നതാണ്, വിവരം ഉണ്ടായിട്ട് കിട്ടുന്നതല്ല. എല്ലാവരും കേൾക്കണ്ടായിട്ട്. ചെറുപ്പം മുതലേ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പറഞ്ഞല്ലോ. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് ഈ ഒരു ആക്ടർ അല്ല ആക്ട്രസിൻ്റെ കൂടെ പേർ ചെയ്ത് അഭിനയിക്കണം തോന്നുമല്ലോ. അങ്ങനെ ചോദിച്ചാൽ ആരുടെ പേരൊക്കെ പറയാ? അങ്ങനെ ഇൻ ഡീറ്റെയിൽ ഇന്ന സംവിധായകരുടെ കീഴിൽ ഇന്ന നടന്മാരുടെ അല്ലെങ്കിൽ നടിമാരുടെ കൂടെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. സിനിമ നടനാവണം എന്നുവെച്ചാൽ ഓരോ സിനിമയും കാണുന്ന സമയത്ത് നമുക്ക് ഇതുപോലത്തെ ഒരു സിനിമയിൽ അങ്ങനെ ചിന്തിച്ചിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് എന്താ പറയുക ഇന്ന പോലത്തെ ഇന്ന ആക്ടേഴ്സിന്റെ കൂടെ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പൊ ചിന്തിക്കാമല്ലോ, അന്ന് ഇത്ര അറിയില്ലല്ലോ, ഇപ്പൊ അറിയാലോ. അതാ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാറ് കുറെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടറും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടാത്ത ക്യാരക്ടറും ഏതൊക്കെയാണ്? അത് എന്താ പറയുക, ഞാനിപ്പോൾ ഏത് സിനിമ ചെയ്യുകയാണെങ്കിലും അതിപ്പോൾ ആ സിനിമ വിജയിച്ചിട്ടുണ്ടാവാം, പരാജയപ്പെട്ടിട്ടുണ്ടാവാം, ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാവാം, ശ്രദ്ധിക്കപ്പെടാതിരുന്നിട്ടുണ്ടാവാം. ഇതൊന്നും എൻ്റെ ആ സിനിമ ചെയ്യുന്ന സമയത്ത് അതിന് എൻ്റെ പ്രോസസ്സിനെ ബാധിക്കുന്നില്ല. അപ്പോൾ
ഏത് ക്യാരക്ടർ കേട്ടാലും അത് നായകനാണെങ്കിലും വില്ലനാണെങ്കിലും സഹനടനാണെങ്കിലും ഒക്കെ ആ ക്യാരക്ടറിനെ എനിക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റണം. അതായത് എൻ്റെ പെർഫോമൻസ് കൊണ്ട് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റുന്നല്ല ഞാൻ പറയുന്നത്, അതിനെ പറ്റിയിട്ടല്ല ഞാൻ പറയുന്നത്. ആ ക്യാരക്ടർ കേൾക്കുന്ന സമയത്ത് ഈ ക്യാരക്ടർ എന്താണെന്ന് ഈ ക്യാരക്ടറിൻ്റെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മനോവ്യാപാരങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് അയാൾ ചെയ്യുന്നത് ഒരു വില്ലൻ വേഷമാണെങ്കിൽ തന്നെ അതിനകത്തൊരു ക്രൈമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂടി ആ ക്രൈം ചെയ്യാനായിട്ടുള്ള ഇയാൾക്കൊരു ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവണം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അപ്പോൾ ഞാനങ്ങനെ ആ ക്യാരക്ടറിൻ്റെ ഷൂസിൽ നിന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കും. ദിലീപേട്ടനൊക്കെ ചെയ്തിട്ടുള്ള പോലെ ഫീമെയിൽ വെർഷനൊക്കെ ചെയ്തിട്ടില്ലേ, മായാമോഹിനിയൊക്കെ പോലെ അതേപോലെ ഒരു വേഷം വന്നു കഴിഞ്ഞാൽ ചെയ്യുമോ? അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു സ്ക്രിപ്റ്റിൽ ഞാനങ്ങനെ ഒരു ഫീമെയിൽ വേഷം ചെയ്യണം എന്നുള്ള ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു സിനിമയിൽ ഞാൻ ചെയ്താൽ നന്നാവും എന്ന് ഉറപ്പുള്ളൊരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ സന്തോഷത്തോടെ ഞാനത് ചെയ്യും. പക്ഷെ അതിന് ഞാൻ ഫിസിക്കലി കുറച്ച് കാര്യമായിട്ട് ഷോൾഡർ വിഡ്ത്തൊക്കെ ഇച്ചിരി കുറയ്ക്കേണ്ടി വരും. എന്നുവെച്ചാൽ അല്ലെങ്കിൽ അത് ഭയങ്കര ഓഡായിരിക്കും കാണുന്ന സമയത്ത്. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാ മനുഷ്യരിലും ഈ ഫെമിനിൻ ആൻഡ് മാസ്കുലിൻ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. അതായത് ആണുങ്ങളിലും ഫെമിനിൻ ഫീച്ചേഴ്സ് ഉണ്ടാവും, പെണ്ണുങ്ങളിലും മാസ്കുലിൻ ഫീച്ചേഴ്സ് ഉണ്ടാവും. ഇത് ഞാൻ പറയുന്നത് ചെറിയ അളവിൽ എല്ലാവരിലും ഇതിൻ്റെ ചെറിയ വേരിയേഷനിലും ഉണ്ടാവും. എനിക്ക് ഞാനത് എന്നെ തന്നെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മാസ്കുലിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്, ഫെമിനിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ടോവിനോയുടെ ഞാൻ അങ്ങനെ ഒരു ഫീമെയിൽ വേർഷൻ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇത് വെച്ചിട്ട് കരിയറിനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞ അന്നത്തെ ആ ടൊവിനോ, അന്ന് സ്വപ്നം കണ്ട പയ്യൻ തിരിഞ്ഞു നോക്കാൻ പറഞ്ഞാൽ ഇപ്പോൾ ചിലരൊക്കെ പറയും സ്വപ്ന തുല്യം, എൻ്റെ കഷ്ടപ്പാട്. ചിലരല്ല, ഞാൻ എപ്പോഴും പറയണോ, ഞാൻ എൻ്റെ സ്വപ്നമാണ് ജീവിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു എങ്ങനെയാണ് സിനിമ മേഖല എങ്ങനെയാണ്. നമുക്ക് പുറത്തുനിന്ന് കണ്ടിട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ സിനിമയിൽ വന്നു കഴിയുന്ന സമയത്ത് ഞാൻ കണ്ട സ്വപ്നത്തിൽ നല്ല കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതുകൊണ്ട് അതൊരു ദുസ്വപ്നമൊന്നും ആവുന്നില്ല. നമ്മൾ ലൈഫിൻ്റെ ഏത് മേഖലയിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലും ഒക്കെയും നമുക്ക് സന്തോഷങ്ങളും സങ്കടങ്ങളും ഉണ്ടാവും. സന്തോഷങ്ങൾ കൂടുമ്പോൾ ചിലപ്പോൾ അതേ മാഗ്നിറ്റ്യൂഡിലുള്ള സങ്കടങ്ങൾ ഉണ്ടായെന്ന് വരാം. അങ്ങനത്തെ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അതേ മാഗ്നിറ്റ്യൂഡിലുള്ള സന്തോഷങ്ങൾ ഉണ്ടായെന്ന് വരാം. ചെറിയ സന്തോഷങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് ചെറിയ സങ്കടങ്ങളും വലിയ സന്തോഷങ്ങൾക്ക് ബാലൻസ് ചെയ്യാനായിട്ട് വലിയ സങ്കടങ്ങളും ഒക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷെ എന്നാലും ഞാൻ വളരെ തൃപ്തനാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ഥായി ആയിട്ടുള്ള വികാരം വിഷാദമാണ്. അതും ഞാൻ പറയുന്നത് നോട്ട് ഇൻ എ ബാഡ് വേ. എനിക്കത് ഇഷ്ടമാണ്. അതായത് എനിക്കിഷ്ടമാണെന്ന് വെച്ചാൽ എനിക്ക് സാഡ് പാട്ടുകൾ കേൾക്കാനാണ് കൂടുതൽ ഇഷ്ടം. നമ്മൾ ഏറ്റവും ഇമോഷണലി കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ എൻ്റെ വിഷമങ്ങളായിരിക്കും ഷെയർ ചെയ്യുന്നത്, സന്തോഷങ്ങൾ ഷെയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ. ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിൽ ഗപ്പി എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും മനസ്സിൽ വരുന്നൊരു കാര്യമാണ്. അതിൻ്റെ ആദ്യത്തെ ലുക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ വിചാരിക്കുന്നുണ്ട് ആക്ഷൻ താടിയൊക്കെ വെച്ചിട്ട് ബൈക്കിലൊക്കെ പോകണ കാണുമ്പോൾ അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും എന്ന് ഓർത്തു. എന്തുകൊണ്ടോ എൻ്റെ കഷ്ടകാലത്തിന് ഞാനിത് തിയേറ്ററിൽ കണ്ടിട്ടില്ല. അതിനുശേഷം ഇത് ടി വിയിൽ വന്നു കഴിഞ്ഞ് കണ്ടപ്പോഴാണ് ഞാൻ ഇത് ഇത്രയും നല്ല സിനിമയായിരുന്നു എന്ന് വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഗപ്പി ഫേമസ് ആവുന്നത് മുഴുവൻ ഈ സിനിമ ഇറങ്ങിയതിന് ശേഷമാണ്. പിന്നീട് ടി വിയിൽ വന്നു കഴിഞ്ഞപ്പോൾ ആൾക്കാർ അയ്യോ ഇത് മിസ്സായി, തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായ സിനിമയാണെന്ന് പറഞ്ഞു. അത് വർക്കായില്ല. എന്നാൽ ടൊവി ഭയങ്കര എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ളൊരു സിനിമയുമാണ് ഈ ഗപ്പി എന്ന് പറയുന്നത്. കാണുന്നവർക്കറിയാം. അത് ഒരു സമയത്ത് ഒരു ഡിസപ്പോയിൻമെൻറ്റും ഒരു ഇതും വന്നായിരുന്നു. പക്ഷെ എന്തത് വർക്കാവാത്ത ആ ഒരു വിഷമം വന്നിരുന്നു. ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു സ്ഥായി വിഷാദമാണ്. അപ്പം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ ഭയങ്കരമായിട്ട് വിഷമിപ്പിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അതൊക്കെയും ഈ പറയുന്ന പോലെ നമ്മളെ ഫയറിനെ കുറച്ചും കൂടെ ആളി കത്തിക്കാനേ അത് സഹായിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ഇപ്പോൾ ഗപ്പി എന്ന് പറയുന്ന സിനിമ ഒന്നാമത് ഞാനങ്ങനെ ഭയങ്കര ആക്ഷൻ സിനിമകൾ കാണാൻ ഇഷ്ടമാണ്. അങ്ങനെ ഭയങ്കര ആക്ഷൻ ചെയ്യാനായിട്ട് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ കഥപ്പടം ചെയ്യണം എന്നുള്ള പ്ലാനിൽ സിനിമയിൽ വന്നിട്ടുള്ള ആളാണ്. പിന്നീട് ഇപ്പോൾ ആക്ഷനും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു ആക്ഷൻ സിനിമ ചെയ്താൽ പോലും അതിൻ്റെ അകത്തുള്ള കഥയും അതിനകത്തുള്ള വേറെ ആക്ഷൻ അല്ലാതെ എനിക്ക് എന്ത് പെർഫോം ചെയ്യാനുണ്ടെന്നുള്ളതൊക്കെ ആയിരിക്കും ഞാൻ കൂടുതൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഗപ്പിയെ സംബന്ധിച്ചിടത്തോളം ഗപ്പി പ്രത്യേകിച്ച് അതിനകത്തുള്ള എൻ്റെ ക്യാരക്ടർ, ഞാൻ ആ സമയത്ത് എനിക്ക് മോളുണ്ടായിട്ടൊരു 3 മാസമൊക്കെ ആയിട്ടുള്ളൂ. മോള് ജനിച്ച അന്നാണ് ജോൺ വന്നിട്ട് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. അതായത് ഹോസ്പിറ്റലിൽ നിന്ന് ഞാനും ജോണും കൂടെ ഒരുമിച്ചാണ് എൻ്റെ വീട്ടിലേക്ക് വന്നിരുന്നിട്ട് എൻ്റെ വീട്ടിലിരുന്നിട്ട് എൻ്റെ ബെഡ്റൂമിൽ ഒരു ബാത്ത് ടബിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നിട്ടാണ് ഞങ്ങൾ ഗപ്പിയുടെ കഥ പറയണത്. ആലോചിച്ച് പോകണം. അപ്പോൾ ഗപ്പി അന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സോൾഫുൾ സിനിമയായിട്ട് തോന്നുകയും
ഞാൻ ആ സിനിമ തിയേറ്ററിലിരുന്ന് കണ്ടിട്ട്, ഇപ്പം ഞാൻ ചെയ്ത സിനിമയാണെങ്കിലും ഞാൻ എൻ്റെ പെർഫോമൻസ് കണ്ടിട്ടല്ല ഞാൻ പറയുന്നത് വെച്ചാൽ അതിൻ്റെ ക്ലൈമാക്സിൽ ഞങ്ങൾ ഒരുമിച്ച് ബൈക്കിൽ വരുന്ന ആ ഷോട്ട് ഉണ്ടല്ലോ, ഞാനും ചേതനും, ആ സമയത്ത് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന കനവകളും ഒരു പിടി കാവലായി എന്നുള്ള ആ ഒരു വരിയും ഒക്കെ കൂടിയായിട്ട് എനിക്ക് ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര മൂവ്ഡായിട്ട് ഞാൻ എന്നിട്ട് പെട്ടെന്ന് അപ്പോൾ തിയേറ്ററിൽ ആൾക്കാരൊക്കെ ഉണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട്, ഭാര്യയും മോളും ഉണ്ട്. അപ്പോൾ ഞാനങ്ങനെ വെച്ചാൽ കരയുന്നത് ആൾക്കാർ കാണണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ കൂളിംഗ് ഗ്ലാസും വെച്ച് ഞാൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ജോണും ഗിരീഷേട്ടനും പുറത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് നിൽക്കുന്നു. അവരുടെ അവസ്ഥ അതാണ് എന്നുള്ളതാണ്. ശരിക്കും എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയ ഒരു സിനിമയായിരുന്നു, എനിക്ക് ഇഷ്ടമുള്ള സിനിമയായിരുന്നു. ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? Bait Homes 4, Kerala's leading tech-enabled home builder. ബെന്നീസ് റോയൽ ടൂർസ്, കൊച്ചി, തൃശൂർ, ട്രിവാൻഡ്രം, കാലിക്കറ്റ്. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. ഒരുമയുടെ നാടൻ സെലിബ്രേഷൻ സാറാസ്.